സന്ധ്യാസമയത്ത് ദൈവവചന പഠനത്തിനായി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായിട്ടാണ്. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും അതിന്റെ ലക്ഷണങ്ങളും എന്നുള്ളത് ഒരുപക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഓർപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഇനിയും യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും, സഭയുടെ ഉൽപ്രാവണം, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും, ദൈവരാജ്യ സ്ഥാപനവും, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും, അന്ത്യന്യായവിധിയും, പൊതുവാന ഭൂമിയും, ഇതെല്ലാം അടുത്ത ദിവസങ്ങളിലായി പഠിക്കുവാനായിട്ട് സാധിക്കും. മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡനകാലം എന്ന് പറയുവാനുള്ള കാരണം വിശുദ്ധ തിരുവെഴുത്തിലെ ചില പദപ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മഹോപദ്രവകാലത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ അത് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ മഹത്വ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടമാണ് മഹോപദ്രവകാലം അല്ലെങ്കിൽ മഹാപീഡനകാലം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിന് രണ്ട് ഘട്ടങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഓർപ്പിച്ചു കാണും. കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് 2 പ്രാവശ്യം വരുന്നു എന്നല്ല ഇവിടെ ഇപ്പോൾ ഞാൻ ഓർപ്പിച്ചത്. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം അവിടുത്തെ സഭയ്ക്കു വേണ്ടി മധ്യാകാശത്തേക്കുള്ള വരവാണ്. രണ്ടാം ഘട്ടമെന്ന് പറയുന്നത് അവിടുത്തെ വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്കുള്ള വരവാണ്. ഒന്നാം ഘട്ടം ദൈവസഭയുടെ കാന്തനായും അല്ലെങ്കിൽ മണവാളനായും, രണ്ടാം ഘട്ടം ന്യായാധിപനായും രാജാവായും വരുന്ന വരവാണ്. ഈ 2 ഘട്ടങ്ങൾ തമ്മിൽ 7 വർഷങ്ങളുടെ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓർപ്പിച്ചത്, യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയുള്ള കാലഘട്ടത്തിനാണ് പൊതുവെ മഹാപീഡനകാലം, മഹോപദ്രവകാലം എന്ന് പറയുന്നു. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഒടുവിലത്തെ പകുതിയിലാണ് ശരിക്കും മഹോപദ്രവകാലം സംഭവിക്കുന്നത് അല്ലെങ്കിൽ മഹാപീഡനം സംഭവിക്കുന്നത്. ഇങ്ങനെയൊരു കാലമുണ്ട് അല്ലെങ്കിൽ ഈ കാലക്കണക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് മുതൽ അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയുടെ കാലഘട്ടം വരെയുള്ള ആ പീരീഡാണ് മഹാപീഡനകാലം എന്ന് ഞാൻ പറയുകയുണ്ടായി. അത് കുറെ കൂടെ വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഞാനിപ്പോൾ ഓർപ്പിച്ച വേദഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ 70 ആഴ്ചവട്ടങ്ങളുടെ ഒരു വിവരണത്തെ സംബന്ധിച്ച് ഗബ്രിയേൽ എന്ന ദൂതൻ ദാനിയേലിന് കൊടുക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ദാനിയേല് ദൈവസന്നിധിയിൽ ഇരുന്ന് തിരുവെഴുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തിരുവെഴുത്ത് വായിച്ചുകൊണ്ടിരുന്നത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. നിങ്ങൾ ആ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ബാബേൽ പ്രവാസകാലം 70 വർഷങ്ങൾ കൊണ്ട് തികയുകയും 3 പ്രാവശ്യമായി യെരൂശലേമിനെ ആക്രമിച്ച് യെരൂശലേം നിവാസികളെയും യഹോവയുടെ ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങളെയും കൊള്ളയിട്ടുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ദൈവാലയത്തെ നശിപ്പിക്കുകയും യെരൂശലേം നഗരത്തെ ഇടിച്ച് നാമാവിശേഷമാക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലും മറ്റുമായി നാം വായിക്കുന്നുണ്ട്.
ഇത് അവരുടെ അകൃത്യം തിരുവെഴുത്ത് വ്യക്തമാക്കുന്നുണ്ട്. പാപം എന്നും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് ഇരയായിത്തീരുമെന്നുള്ള ആ വലിയ മുന്നറിയിപ്പും ആ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദൈവം പാപത്തോട് കഠിനമായിട്ട് ഏർപ്പെടും. പാപത്തിനുള്ള ശിക്ഷ കൊടുത്ത് ഈ ജനത്തെ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെ ബാബേൽ പ്രവാസികളായിട്ട് കഴിയുമ്പോഴാണ് ദാനിയേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രിയ പുരുഷൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം വായിച്ചത്. അങ്ങനെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പ്രവാസകാലം, ബാബേൽ പ്രവാസകാലം 70 വർഷം കൊണ്ട് തീരും എന്ന് മനസ്സിലാക്കിയപ്പോൾ ദാനിയേല് രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന് ദൈവസന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന്റെ അടുക്കലേക്ക് വന്നിട്ട് 70 ആഴ്ചവട്ടങ്ങളുടെ മറ്റൊരു കണക്ക് ദാനിയേലിന് കൊടുക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. 70 വർഷം കൊണ്ട് ബാബേൽ പ്രവാസം തീരുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിയ ദാനിയേലിന് മറ്റൊരു 70കളുടെ കണക്ക് ഗബ്രിയേൽ ദൂതൻ കൊണ്ടുകൊടുക്കുകയാണ്. അതാണ് 70 ആഴ്ചവട്ടങ്ങളെന്ന് നാം അറിയപ്പെടുന്ന പ്രസിദ്ധമായ ആഴ്ചവട്ടങ്ങൾ. 70 ആഴ്ചവട്ടങ്ങൾ എന്നുള്ളത് നാം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ 70 ആഴ്ചവട്ടങ്ങൾ? ഇത് 7 ദിവസം കൂടി വരുന്ന ഒരാഴ്ചവട്ടമായി കരുതുന്ന പലരുമുണ്ട്. അങ്ങനെയല്ല. ഇതിനു ശേഷമുള്ള 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ദാനിയേല് ഒരു ഉപവസിച്ചു പ്രാർത്ഥിച്ച് ദുഃഖിക്കുന്നതായി കാണുന്നുണ്ട്. 3 ആഴ്ചവട്ടം 10-ാം അധ്യായത്തിൽ ദാനിയേല് ദുഃഖിച്ചു ഉപവസിച്ച ആ 3 ആഴ്ചവട്ടങ്ങളുടെ കണക്ക് നിശ്ചയമായും നാം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ 7 ദിവസങ്ങൾ അടങ്ങുന്ന ഒരാഴ്ചവട്ടം അല്ലെങ്കിൽ 3 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 21 ദിവസമാണ്. എന്നാൽ 9-ാം അധ്യായത്തിൽ പറയുന്ന ഈ ആഴ്ചവട്ടം ദിവസങ്ങളുടെ കണക്കല്ല, വർഷങ്ങളുടെ കണക്കാണ്. ഒരാഴ്ചവട്ടം 7 വർഷമാണ്. 7 ദിവസമായിട്ട് അത് കണക്കാക്കാൻ പറ്റുകയില്ല. കാരണം ഈ 70 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യങ്ങൾ നാം പരിശോധിച്ചാൽ അത് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഒരു വിധത്തിലും സംഭവിക്കുവാൻ സാധ്യമല്ല. അതിന് വർഷങ്ങൾ തന്നെ വേണം. അതുകൊണ്ട് 9-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആഴ്ചവട്ടം 7 വർഷങ്ങൾ കൂടുന്ന ഓരോരോ ആഴ്ചവട്ടങ്ങളാണ്. മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ യാക്കോബ് അവന്റെ അമ്മാവിന്റെ ഭവനത്തിലേക്ക് വരികയും അമ്മാവിന്റെ 2 മക്കളുണ്ട്, റാഖേലും ലേയയുമാണ്. ലേയേക്കാൾ അതിസുന്ദരിയായിരുന്നു റാഖേല്. ഇവളെ ഭാര്യയായി കിട്ടണമെന്ന് വിചാരിച്ച് ഈ അമ്മാവനെ അത്യധികമായി ഈ യാക്കോബ് സേവിച്ചു. അങ്ങനെ ആ കാലം തികഞ്ഞപ്പോൾ മകളെ ചോദിച്ചു. ഒരുപക്ഷെ രാത്രിയിലാകാം ആ വിവാഹം സംഭവിച്ചത്, ന്യായമായിട്ടങ്ങനെ കരുതാം. എന്നാൽ നേരം വെളുത്തപ്പോൾ യാക്കോബ് റാഖേലിന് പകരം ലേയയാണ് കണ്ടത്. അപ്പോൾ യാക്കോബ് ലാബാനോട് ക്രൂദ്ധിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ത്? ലാബാൻ ആ യാക്കോബിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇളയവർ മൂത്തവൾ ഇരിക്കെ ചെയ്ത് ഇളയവളെ കൊടുക്കാറില്ല. അവളെ നിനക്ക് വേണമെങ്കിൽ ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കണം എന്നവിടെ പറയുന്നുണ്ട്. അടുത്ത വാക്യം കാണുന്നത്, അങ്ങനെ യാക്കോബ് 7 വർഷം കൂടെ ലാബാനെ സേവിച്ചു, ഈ റാഖേലിനെ യാക്കോബിന് കൊടുത്തു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന
ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 വർഷമാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ കണക്ക് തന്നെയാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ചുള്ള കണക്കായി മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചവട്ടം 7 വർഷമാണെങ്കിൽ 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയുന്നത് 70 ഗുണം 7 സമം 490 വർഷം. അപ്പോൾ ഗബ്രിയേൽ ദൂതൻ ദാനിയേലിന് വന്ന് കൊടുക്കുന്നത് 490 വർഷങ്ങൾ അടങ്ങുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ ഒരു കണക്കിനെ സംബന്ധിച്ചാണ്. ആ 70 ആഴ്ചവട്ടങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. 6 കാര്യങ്ങൾ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1, അതിക്രമത്തെ തടസ്സം ചെയ്യുക. 2, പാപങ്ങളെ മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്യുക. 4, നിത്യനീതി വരുത്തുക. 5, ദർശനവും പ്രവചനവും മുദ്രയിടുക. 6, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. ഇവിടെ അനേകർക്ക് വരുന്ന ഒരു തെറ്റുണ്ട്. അതിപരിശുദ്ധമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് എന്നെങ്ങനെയോ പലരും ധരിച്ചു പോയിട്ടുണ്ട്. അവിടെ അതിപരിശുദ്ധമായത് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെയല്ല, ദൈവാലയത്തെ കുറിക്കുന്ന ഒരു പ്രയോഗമാണ്. അങ്ങനെ 6 കാര്യങ്ങൾ 70 ആഴ്ചവട്ടങ്ങളിൽ സംഭവിക്കേണ്ടതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 70 ആഴ്ചവട്ടങ്ങൾ ആർക്കാണ് നിയമിച്ചിരിക്കുന്നത്? ഒരു കാര്യം ഓർക്കണം, 70 ആഴ്ചവട്ടങ്ങൾ കൊടുത്തിരിക്കുന്നത്, നിയമിച്ചിരിക്കുന്നത് ദൈവ സഭയോടുള്ള ബന്ധത്തിലല്ല. പിന്നെ 24-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നത് നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ദാനിയേലിനോട് പറയുകയാണ്, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അവിടെ നിന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ്. വിശുദ്ധ നഗരമെന്ന് പറഞ്ഞിരിക്കുന്നത് യെരുശലേം നഗരത്തെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തിനും യെരുശലേം നഗരത്തിനുമായി നിയമിച്ചിരിക്കുന്നതാണ് 70 ആഴ്ചവട്ടം. അത് സഭയുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് വിശേഷാൽ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോയാൽ സമയം നമുക്ക് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയൊരു കാര്യം നാം ഓർക്കേണ്ടത്, ഈ 70 ആഴ്ചവട്ടങ്ങൾ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരാഴ്ചവട്ടം 7 വർഷം, അങ്ങനെ 490 വർഷങ്ങൾ അടങ്ങുന്ന 70 ആഴ്ചവട്ടം. ഇതെന്തിനു വേണ്ടി? ഇസ്രായേൽ ജനത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പിന്, പൂർണ്ണമായ ശുദ്ധീകരണത്തിന്, അവരുടെ യഥാസ്ഥാപനത്തിന്, യെരുശലേം ദൈവാലയത്തിന്റെ പുനഃസ്ഥാപനത്തിനുമൊക്കെയായിട്ടാണ് 70 ആഴ്ചവട്ടങ്ങൾ നിയമിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നുവരെ ഈ അവരുടെ മധ്യേ നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 69 ആഴ്ചവട്ടം ഇതിനോടകം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വേദഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അതിന്റെ 25-ാം വാക്യം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചുകൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. ഈ വേദഭാഗം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇവിടെ 70 ആഴ്ചവട്ടങ്ങളുടെ ആരംഭം എന്നാണ് കുറിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 25-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. യെരുശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ BC 606 മുതൽ ഏതാണ്ട് 3 വട്ടം യെരുശലേമിനെ ആക്രമിക്കുകയും യെരുശലേം നഗരത്തെയും ദൈവാലയത്തെയും നശിപ്പിക്കുകയും ചെയ്ത നെബൂഖദ്നേസർ രാജാവ് ഇത് ശൂന്യമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ബാബേൽ പ്രവാസത്തിൽ കഴിയുന്ന ദാനിയേലിനോട് ഗബ്രിയേൽ പറയുകയാണ്, ഒരു 70 ആഴ്ചവട്ടം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും നിയമിച്ചിരിക്കുകയാണ്. അത് ആരംഭിക്കുന്നത് ഇന്ന് ശൂന്യമായി കിടക്കുന്ന യെരുശലേം നഗരം പണിയുവാൻ കൽപ്പന പുറപ്പെടുമ്പോഴാണ്. ചരിത്രം, വേദപുസ്തക ചരിത്രം പഠിക്കുന്ന പഠിതാക്കൾക്കറിയാം,
യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെട്ടത് BC 444 അർത്ഥവിഷ്ട രാജാവെന്ന് പറയുന്ന ആ രാജാവാണ് ആ കൽപ്പന കൊടുത്തത്. ആ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യാവിനായിരുന്നു ആ കൽപ്പന കൊടുത്തത്. ആ സംഭവം നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 444. അങ്ങനെ BC 444 യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുത്തത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 69 ആഴ്ചവട്ടമെന്നാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾക്ക് അല്പം പൊരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ബൈബിൾ കയ്യിലുള്ളവര് ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിയായിരിക്കുന്ന ആ വിധം ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. 25-ാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട്. ഈ പ്രയോഗം ശരിയല്ല. ശരിയായിരിക്കുന്ന ട്രാൻസ്ലേഷൻ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. യെരൂശലേം മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ എന്നാണ്. 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ. ഏത്? യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ പ്രഭു വരെ 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ. മൊത്തം കൂട്ടുമ്പോൾ 69 ആഴ്ചവട്ടം. അപ്പോൾ 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, യെരൂശലേം നഗരം യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടണം. 69 ആഴ്ചവട്ടത്തിന്റെ ഒടുവിൽ സംഭവിക്കേണ്ടത് അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഇത് 483 വർഷങ്ങൾ അടങ്ങുന്ന 69 ആഴ്ചവട്ടങ്ങൾ കൊണ്ട് സംഭവിക്കേണ്ട കാര്യമാണ്. ഇത് ചരിത്രത്തിൽ സുവർണ ലിപികളിൽ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരൂശലേം നഗരം BC 444 യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന കൊടുക്കുകയും നെഹമ്യാവ് ജനത്തോടുകൂടി യെരൂശലേമിലേക്ക് വന്നിട്ട് ആ പണി ആരംഭിച്ചു. മതില് പണി തന്നെ 52 ദിവസം കൊണ്ട് പണിത് തീർത്തതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വർഷങ്ങൾ ആ നഗരം പണിതു. എന്നാൽ ഈ 69 ആഴ്ചവട്ടത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ അഭിഷക്തനായ പ്രഭുവിന്റെ രംഗപ്രവേശനമാണ്. ഈ അഭിഷക്തനായ പ്രഭു എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ വേദഭാഗങ്ങൾ നാം പരിശോധിക്കുമ്പോൾ 2 ഇടത്ത് പ്രഭുവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. 25-ാം വാക്യത്തിന്റെ ഒടുവിൽ അഭിഷക്തനായ പ്രഭു, 26-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് വരുവാനിരിക്കുന്ന പ്രഭു. 2 പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അഭിഷക്തനായ പ്രഭു. 2, വരുവാനിരിക്കുന്ന പ്രഭു. ഇത് രണ്ടും ഒന്നാണോ? ഒന്നാണെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അത് തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അഭിഷക്തനായ പ്രഭു എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെയും വരുവാനിരിക്കുന്ന പ്രഭു എന്ന് 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം ഒക്കെ അന്തിക്രിസ്തു എന്ന് പറയുന്ന എതിർ ക്രിസ്തുവിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇനിയും അഭിഷക്തനായ പ്രഭുവിലേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. എപ്പോൾ? അഭിഷക്തനായ പ്രഭു രംഗപ്രവേശനം ചെയ്തപ്പോൾ അത് ക്രിസ്തുവാണെന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. യേശുക്രിസ്തു എപ്പോഴാണ് അഭിഷക്തനായ പ്രഭുവായി രംഗപ്രവേശനം ചെയ്തത്? വളരെ വേഗത്തിൽ ഞാൻ അതിന്റെ മറുപടി പറയാം. യേശുക്രിസ്തു നമ്മുടെ ക്രൈസ്തവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോശാന ഞായറാഴ്ച കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരൂശലേമിലേക്ക് ജൈത്രയാത്ര നടത്തിയതാണ് അവിടുന്ന് അഭിഷക്തനായ പ്രഭുവായി രംഗപ്രവേശനം ചെയ്യുന്നത്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി സീയോൻ പുത്രിയെ
എന്നിന്റെ രാജാവ് പെൺകഴുതയുടെ പുറത്തും കഴുതക്കുട്ടിയുടെ പുറത്തും കയറി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ആ പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു കഴുതയുടെ പുറത്തു കയറി രാജാവായി യെരുശലേമിലേക്ക് എഴുന്നള്ളിയപ്പോഴാണ് അഭിഷക്തനായ പ്രഭുവായി യേശു വെളിപ്പെടുന്നതായി വേദശാസ്ത്രപരമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം ഓർപ്പിക്കേണ്ടത്, 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷക്തൻ ഛേദിക്കപ്പെടും. ഇവിടെ 62 ആഴ്ചവട്ടം കഴിയുമ്പോഴെന്നാണ് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രയോഗം ശരിയല്ല. 7ഉം 62ഉം ആഴ്ചവട്ടങ്ങൾ 69 ആഴ്ചവട്ടം. 69 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഈ അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെടുമെന്നാണ്. ശരിയല്ലേ? ഓശാന ഞായറാഴ്ച കഴിഞ്ഞ് ചില ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവായ യേശു ഒരു വെള്ളിയാഴ്ച കാൽവരിയിലെ കൊലമരത്തിൽ ഛേദിക്കപ്പെടുകയുണ്ടായി. എങ്ങനെയാണ് ഛേദിക്കപ്പെട്ടത്? നമ്മുടെ മേൽ വീഴേണ്ടിയിരുന്ന ന്യായവിധിയുടെ വാള് പിതാവായ ദൈവം ഈ അഭിഷക്തനായ പ്രഭുവിന്റെ നേരെ കൊടുത്തുകൊണ്ട് ആ പ്രഭുവിനെ ഛേദിക്കുകയാണ് ചെയ്തത്. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാളേ ഉണരുക, എന്റെ ഇടയന്റെ നേരെയും കൂട്ടാളിയായ പുരുഷന്റെ നേരെയും ഉണരുക, ആടുകൾ ചിതറിപ്പോകേണ്ടതിന് ഇടയനെ വെട്ടുക എന്ന് നാം വായിക്കുന്നുണ്ട്. അതെ, കാൽവരിയിലെ കൊലമരത്തിലെ അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ അഭിഷക്തനായ പ്രഭു മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ദൈവത്തിന്റെ ന്യായവിധിയുടെ വാളിനാൽ അവിടെ ഛേദിക്കപ്പെടുകയുണ്ടായി. അതാണ് യെശയ്യാ 53-ൽ വായിക്കുന്നത്, അവനെ തകർത്ത് കളവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. ഇനി മറ്റൊരു പ്രയോഗം ഇവിടെ ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത്, അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്നു വരും. അത് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്ന പെശകാണ്. അവൻ ആരുമില്ലെന്നു വരും എന്നല്ല, അവൻ അത് അവനു വേണ്ടി അല്ലതാനും, അവന് വേണ്ടി അല്ലതാനും എന്ന് പറഞ്ഞാൽ ഈ അഭിഷക്തൻ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഛേദിക്കപ്പെട്ടത് അവന് വേണ്ടി അല്ലതാനും. പിന്നാർക്ക് വേണ്ടിയാണ്? തിരുനക്കര മൈതാനത്ത് വചനപ്രഘോഷണം ശ്രവിക്കുവാൻ കസേരകളിലും പരിസരങ്ങളിലുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ, 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ അഭിഷക്തൻ കാൽവരിയിലെ കൊലമരത്തിൽ ഛേദിക്കപ്പെട്ടത് അത് അവനു വേണ്ടി അല്ല, പിന്നാർക്ക് വേണ്ടിയാണ്. അതിന്റെ മറുപടി 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പൗലോസ് കൊടുക്കുന്നുണ്ട്. ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഇവിടെ നിൽക്കുന്ന ഈ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ സകല ജനത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിലെ 130 കോടി വരുന്ന ജനത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി, ലോകത്തിലെ 800 കോടിയിൽ പരം വരുന്ന ജനത്തിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി യേശുക്രിസ്തു ഛേദിക്കപ്പെടുകയുണ്ടായി. അഭിഷക്തൻ ഛേദിക്കപ്പെട്ടു. ഇനിയും ദൈവം കൊടുത്ത പഞ്ചാംഗ പ്രകാരം ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കപ്പെടാൻ ഒരാഴ്ചവട്ടം കൂടെ ബാക്കിയുണ്ട്. മനസ്സിലാക്കണം, ഒരാഴ്ചവട്ടം 7 വർഷമാണെന്ന് ഞാൻ ഓർപ്പിച്ചു. ആ ഒരാഴ്ചവട്ടം, ആ 7 വർഷം അഥവാ 70-ാമത്തെ ആഴ്ചവട്ടം അതുണ്ട്. ആ ഒരാഴ്ചവട്ടത്തിലാണ് ഈ മഹോപദ്രവകാലം സംഭവിക്കുന്നത്, മഹാപീഡനകാലം സംഭവിക്കുന്നത്. വിവരിക്കാൻ നിവൃത്തിയില്ലല്ലോ. 69 ആഴ്ചവട്ടം കഴിഞ്ഞാൽ 70-ാമത്തെ ആഴ്ചവട്ടം അതിനോട് ചേർന്ന് ഇസ്രായേലിന് വരേണ്ടതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി തൽക്കാലം അവസാനിപ്പിച്ചതുകൊണ്ടാണ് 70-ാമത്തെ ആഴ്ചവട്ടം ഇസ്രയേലിന് ഇതുവരെ കൈവരാതിരിക്കുന്നത്. അപ്പോൾ ഈ കാലത്തിന് എന്തു പറയാം?
കേട്ടുകൊള്ളുക. 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ഈ പീരീഡിനാണ്, ഈ ബ്രാക്കറ്റ് പീരീഡിനാണ് കൃപായുഗമെന്നും സഭായുഗമെന്നും പരിശുദ്ധാത്മയുഗമെന്നും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ഇവനെ ക്രൂശിക്ക 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 എന്ന് ആർത്തട്ടഹസിച്ചുകൊണ്ട് ക്രൂശിക്കാനായി നിർബന്ധിച്ച യഹൂദന്റെ പാപം നിമിത്തം യഹൂദനോടുള്ള ബന്ധത്തിലെ ദൈവത്തിന്റെ കാര്യപരിപാടി തൽക്കാലം അവസാനിപ്പിച്ചിട്ട് ദൈവം ജാതികളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ജാതികളിൽ നിന്ന് ഒരു കൂട്ടത്തെ തനിക്കായി വേർതിരിക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ ജാതികളിൽ നിന്നൊരു കൂട്ടരെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കുവാൻ പ്രസാദിച്ച ഈ കാലഘട്ടത്തിനാണ് സഭായുഗം എന്ന് പറയുന്നത്. എന്നാൽ ഓർപ്പിക്കട്ടെ, ഈ സഭായുഗം വേഗം തീരും, ഈ കൃപായുഗം വേഗം തീരും. യേശുക്രിസ്തു ഗംഭീരനാദത്തോടുകൂടെ മധ്യാകാശത്ത് വരുമ്പോൾ, ദൈവസഭ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടുമ്പോൾ സഭായുഗത്തിന് തിരശീല വീഴും, കൃപായുഗത്തിന്റെ വാതിൽ പൂട്ടപ്പെടും. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അത് സംഭവിച്ചു എന്ന് വരാം. ആകയാൽ പന്തലിലും പുറത്തുമായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് ഒരു വാചകം പറഞ്ഞ് ഞാൻ വീണ്ടും കടന്നു പോകട്ടെ. ഈ സഭായുഗം തീർന്നു കഴിഞ്ഞാൽ 7 വർഷം അടങ്ങുന്ന ഒരു മഹോപദ്രവകാലം ഈ ലോകത്തിൽ വരാൻ പോകുകയാണ്. അതിന്റേതായ ഭയങ്കരത്വത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ ആ മഹോപദ്രവകാലം വരുന്നതിനു മുൻപ് ഈ കൃപായുഗത്തിൽ, സഭായുഗത്തിൽ ഏതൊരു പാപിയെയും രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ, പ്രിയപ്പെട്ടവരെ, കാൽവരിയിലെ കൊലമരത്തിൽ നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഛേദിക്കപ്പെട്ടവനായ, തകർക്കപ്പെട്ടവനായ ഈ യേശുവിനെ ഇപ്പോൾ തന്നെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവസഭയുടെ അംഗങ്ങളായി തീരണം. സഭായുഗം വേഗം തീരുകയും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ കാര്യ പരിപാടി ആരംഭിക്കുകയും ചെയ്യും. അതായത് ഒടുവിലത്തെ ആഴ്ചവട്ടം അഥവാ ആ 7 വർഷം. അപ്പോൾ ആ കാലഘട്ടമാണ് മഹോപദ്രവകാലം എന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ, ഞാൻ ഓർപ്പിച്ചതുപോലെ, മഹോപദ്രവകാലം, മഹാപീഡന കാലം ഈ ലോകത്തിൽ വരികയുള്ളൂ. ദൈവസഭ മാറ്റപ്പെടണം. ചിലര് പറയാറുണ്ട്, ദൈവസഭയ്ക്ക് ഇപ്പോഴേ കഷ്ടമുണ്ടല്ലോ, പിന്നെന്താണ് ദൈവസഭ മാറ്റപ്പെട്ടിട്ടേ ഇത് വരികയുള്ളൂ എന്ന് പറയാൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവസഭയ്ക്ക് നിശ്ചയമായി കഷ്ടമുണ്ട്, പക്ഷേ മഹാകഷ്ടമില്ല. ദൈവസഭയ്ക്ക് മഹാകഷ്ടമുള്ളതായി തിരുവഴുത്തിൽ ഒരിടത്ത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ദൈവസഭയ്ക്ക് കഷ്ടമുണ്ട്. വേദഭാഗം ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാണ്, മഹാകഷ്ടമുണ്ട് എന്നല്ല. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇക്കൊന്യോയിലുള്ള ദൈവസഭയോട് പൗലോസ് പറയുന്നുണ്ട്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ കടന്ന് ദൈവരാജ്യം അവകാശമാക്കണം, മഹാ കഷ്ടങ്ങളിലൂടെ കടന്ന് എന്നവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒത്തിരി വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാൻ സാധിക്കും. ആ നോട്ട്ബുക്ക് പരിശോധിച്ചു കൊള്ളുക. അപ്പോൾ അവിടെയെങ്ങും ദൈവസഭയ്ക്ക് മഹാകഷ്ടമുള്ളതായി പറഞ്ഞിട്ടില്ല. മഹാകഷ്ടമുള്ളത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിലാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, അത് യാക്കോബിനൊരു കഷ്ടകാലമെന്നാണ് യെരമ്യ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സമയം ലഭിക്കുമ്പോൾ ഈ വേദഭാഗങ്ങളൊക്കെ എടുത്ത് ഒന്ന് പരിശോധിക്കണം. അത് യാക്കോബിന് മഹാകഷ്ടമായിരിക്കുമെന്ന്. കൂടാതെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 21-ാം വാക്യത്തിൽ അനധിവിദൂര ഭാവിയിൽ വരാൻ പോകുന്ന ആ മഹോപദ്രവ കാലത്തെ മുൻപിൽ കണ്ടുകൊണ്ട് യേശു പ്രവചിച്ചത് ഇങ്ങനെയാണ്, ലോകാരംഭം മുതൽ
ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലിൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകുമെന്നാണ്. ഇന്ന് രാത്രിയിൽ വിസ്താര ഭയത്താൽ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കണമല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമല്ല കഷ്ടം. ഒരു മഹാ കഷ്ടം വരാൻ പോകുകയാണ്. ആ മഹാ കഷ്ടത്തെ സംബന്ധിച്ചാണ് ഈ വേദഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകം ഞാൻ ഇവിടെ അതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോകുക. ഈ തിരുനക്കര മൈതാനത്തെന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ഒരു കാളരാത്രിയിലേക്ക് തിരുനക്കരയുൾപ്പെടെയുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള സകല ദേശത്തിലെ ജനം എറിയപ്പെടാനായിട്ട് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹോപദ്രവ കാലമാണ് ആ രാത്രികാലമെന്ന് തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത് നിശ്ചയമായി സംഭവിക്കും. അങ്ങനെയൊരു മഹോപദ്രവ കാലമുണ്ട്, മഹാപീഡന കാലമുണ്ട്. തുടർന്ന് ഈ നോട്ടിൽ കൊടുത്തിരിക്കുന്ന മറ്റൊന്ന് മഹാപീഡന കാലത്തിനുള്ള പേരുകളാണ്. ആ പേരുകളും അതാതിന്റെ വാക്യങ്ങളും അവിടെ തന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് വേഗത്തിലൊന്ന് വായിച്ചു മാറിക്കൊള്ളാം. 1 യഹോവയുടെ നാളുകൾ, 2 കർത്താവിന്റെ നാളുകൾ, 3 യഹോവയുടെ ദിവസം, 4 കർത്താവിന്റെ ദിവസം. പിന്നെ നാം നോക്കുമ്പോൾ ആ മഹാപീഡന കാലത്തെ കുറിച്ചുള്ള പേര് മഹാകഷ്ടം. അടുത്തത് യാക്കോബിന്റെ കഷ്ടകാലം, തുടർന്ന് പ്രതികാരകാലം, അടുത്തത് പരീക്ഷാകാലം, അടുത്തത് സംഹാര ദിവസം, അടുത്തത് കോപ ദിവസം, തുടർന്ന് ന്യായവിധിയുടെ ദിവസം. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വരാൻ പോകുന്ന മഹാപീഡനത്തിന്റെ ഭയങ്കരതയെ വെളിപ്പെടുത്തുന്ന ചില പേരുകളാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. പ്രിയപ്പെട്ടവർ ഓർക്കണം, എന്നും തീൻപുളപ്പും സുഖവും അനുഭവിച്ച് ഇങ്ങനെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഒരു ന്യായവിധിയുടെ വാള് നിങ്ങളുടെ മീതെ തൂങ്ങിക്കിടക്കുകയാണ്. ഒരു പ്രതികാര ദിവസം വരാൻ പോകുക, ന്യായവിധിയുടെ ദിവസം വരാൻ പോകുക, യഹോവയുടെ ദിവസം വരാൻ പോകുക, കർത്താവിന്റെ നാള് വരാൻ പോകുക. ആ കാലമാണ് മഹോപദ്രവ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അടുത്ത വേദഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ ചിന്തിക്കാം. മഹാപീഡന കാലത്തിന്റെ ഉദ്ദേശങ്ങൾ എന്താണ്? ഉദ്ദേശങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ 2 ഉദ്ദേശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ മഹോപദ്രവ കാലത്തിന്റെ 2 ഉദ്ദേശങ്ങൾ. എന്തിനാണ് ഈ മഹോപദ്രവം അല്ലെങ്കിൽ മഹാപീഡനം? അതിലൊന്ന്, ജാതികളുടെ കാലം നിവർത്തിക്കുക എന്നുള്ളതാണ്. ലൂക്കോസ് സുവിശേഷം 21 അധ്യായം 24 വാക്യത്തിലുണ്ട്. എന്താണ് ഈ ജാതികളുടെ കാലം എന്ന് പറഞ്ഞാൽ? കേൾക്കണം. ജാതികളുടെ കാലമെന്ന് പറഞ്ഞാൽ മാനുഷികമായ ഭരണകാലത്തെയാണ് ജാതികളുടെ ഭരണകാലം എന്ന് പറയുന്നത്. ഇന്നും അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാ. കേൾക്കണേ നിങ്ങള്, ജാതികളുടെ ഭരണകാലത്തിന്റെ ഒടുവിലത്തെ കണ്ണി എന്ന് പറയുന്നത് അന്തിക്രിസ്തുവിന്റെ ഭരണം അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. ആ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തോടു കൂടി ജാതികളുടെ കാലം തീരാൻ പോകുകയാണ്. അങ്ങനെ ജാതികളുടെ കാലത്തിന് ഒരു തിരശ്ശീല ഇടുന്നതിന് തൊട്ടു മുൻപാണ് ഈ മഹോപദ്രവ കാലത്ത് എതിർ ക്രിസ്തുവെന്ന് വിളിക്കുന്ന ഈ ഛത്രാധിപതി എഴുന്നേറ്റ് ലോകത്തെ ഭരിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ ഭരണത്തോടുകൂടെ ജാതികളുടെ ഭരണം അവസാനിക്കുകയും അഥവാ ജാതികളുടെ കാലം അവസാനിക്കുകയും യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ദൈവരാജ്യ സ്ഥാപനം ഈ ഭൂമിയിൽ നടക്കുകയും ചെയ്യും. അത് കർത്താവിന്റെ ദാസൻ MM സക്കറിയ അവറുകൾ അടുത്ത ദിവസം നിങ്ങളെ ഓർപ്പിച്ചുകൊള്ളും. അതെന്റെ വിഷയമല്ല. എന്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ഈ മഹാപീഡനത്തിൽ ഒന്നാമത്തെ ഉദ്ദേശം ജാതികളുടെ കാലം നിവർത്തിക്കുക. രണ്ടാമത്തെ ഉദ്ദേശം
സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് ഈ അന്തിക്രിസ്തുവിന്റെ ഭരണം കഴിഞ്ഞാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യേശുക്രിസ്തു വരികയും തന്റെ രാജ്യം സ്ഥാപിക്കുകയും അവിടുത്തെ ആ നേതൃത്വത്തിൽ ഭരണം സംജാതമാകുകയും ചെയ്യും. അത് 1000 ആണ്ടുള്ള ഭരണകാലമായിരിക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തു 1000 ആണ്ട് ലോകത്തെ ഭരിക്കുമ്പോൾ ഇന്ന് വിവിധ സ്ഥലങ്ങളിലായി ചിതറിക്കപ്പെട്ട് കിടക്കുന്ന ഇസ്രയേലിന് ഒരു കൂട്ടിച്ചേർക്കലുണ്ടാകും. മറ്റൊന്ന്, മലിനത പിടിച്ചു കിടക്കുന്ന ഇസ്രയേലിന് ഒരു ശുദ്ധീകരണമുണ്ടാകും. അപ്പോൾ ചുരുക്കത്തിൽ മഹോപദ്രവ കാലത്തിന്റെ 2ാമത്തെ ഉദ്ദേശം ഇസ്രയേലിന്റെ കൂട്ടിച്ചേർക്കലും അവരുടെ യഥാസ്ഥാപനവുമാണ്. അവരുടെ യഥാസ്ഥാപനത്തെ സംബന്ധിച്ചാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് 6 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ദൈവാലയമില്ലാതെ, ക്രിസ്തുവിനെ അംഗീകരിക്കാതെ തങ്ങളുടേതായ വഴികളിലൂടെ ജീവിക്കുന്ന ഇസ്രയേലിന് ഒരു പൂർണ്ണ ശുദ്ധീകരണമുണ്ട്. ന്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ ആദ്യജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ കുത്തിയവങ്കലേക്ക് നോക്കി വിലപിക്കുകയും ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പകർച്ച അവരിലേക്ക് വരികയും അവർ ജാതിയായി രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ആ കാലഘട്ടമാണ് ഈ മഹോപദ്രവ കാലത്തിന്റെ അന്ത്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് മഹോപദ്രവ കാലത്തിന്റെ 2ാമത്തെ ഉദ്ദേശം ഇസ്രായേൽ ജനത്തിന്റെ കൂട്ടിച്ചേർപ്പും അവരുടെ യഥാസ്ഥാപനവുമാണ്. ഇനിയും അടുത്തത് മഹാപീഡനത്തിന്റെ കാലയളവ്. ആ നോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ ഓർപ്പിച്ചതുപോലെ 7 വർഷമാണ് മഹാപീഡനത്തിന്റെ കാലയളവ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങളുടെ വിവരണങ്ങളിൽ നിന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ഒരാഴ്ചവട്ടം 7 വർഷമാണ്. എങ്കിൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതോടുകൂടി. ഇനി ഒരാഴ്ചവട്ടമുണ്ട് ഇസ്രയേലിന്. അതാണ് 70-ാമത്തെ ആഴ്ചവട്ടം. അത് 7 വർഷം കൂടി വന്ന ഒരാഴ്ചവട്ടമാണ്. അപ്പോൾ മഹോപദ്രവത്തിന്റെ കാലമെന്ന് പറയുന്നത് 7 വർഷമാണ്. അഥവാ ഒടുവിലത്തെ ആഴ്ചവട്ടമായ 70-ാമത്തെ ആഴ്ചവട്ടമാണ്. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ 7 വർഷം 70-ാമത്തെ ആഴ്ചവട്ടമെന്ന് പറയുന്ന ഒടുവിലത്തെ ആഴ്ചവട്ടമായ 7 വർഷം എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇവിടെ നടക്കുകയും വലിയൊരു മഹാപീഡനം അഴിച്ചുവിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ 7 വർഷത്തെ ആ കാലഘട്ടത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഒന്ന്, ആദ്യത്തെ 3.5 വർഷം, പിന്നീട് വരുന്ന 3.5 വർഷം. ഒടുവിലത്തെ പകുതി 3.5 വർഷം. നാം ഓർക്കേണ്ട കാര്യം, ഒടുവിലത്തെ പകുതിയായ 3.5 വർഷമാണ് ശരിക്കും മഹോപദ്രവം ഈ ലോകത്തിൽ നടമാടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ കാലഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ എതിർ ക്രിസ്തു ലോകത്തെ ഭരിക്കാൻ എഴുന്നേറ്റു വരണമെന്ന് വരികിൽ സംഭവിക്കേണ്ട കുറെ സംഭവങ്ങൾ ഞാൻ ഇവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട്. മഹാപീഡന യുഗത്തിന്റെ ആദ്യ പകുതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, ഒടുവിലത്തെ പകുതിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം വേദഭാഗം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കണം. പക്ഷേ ഈ മഹോപദ്രവ കാലം സംബന്ധിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ സംഭവിക്കേണ്ട 1ാമത്തെ കാര്യം, ഏകലോക സഭ രംഗത്ത് വരേണ്ടതാണ്. ഏകലോക സഭ, പ്രിയപ്പെട്ടവരെ, ഞാൻ വിവരിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു സ്ത്രീ 10 തലയും 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗത്തിന്റെ തലയിൽ പുറത്ത് ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്യുന്നതായി യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ വിവരിക്കുന്നില്ല. ആ സ്ത്രീയെ താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ഒരു മഹാവേശ്യയാണ്.
മഹാവേശ്യ എന്ന് പറഞ്ഞാൽ അത് അക്ഷരപ്രകാരം നാം വിളിക്കുന്ന ആ വേശ്യാവൃത്തിയെ കുറിച്ചല്ല, ആത്മീയ വേശ്യാവൃത്തി. ആത്മീയ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വേദപുസ്തകത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായി പോകുന്ന ഒരേകലോക സഭ അത് രൂപമെടുക്കും. ലോകത്തിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ സഭ രൂപമെടുക്കും. അന്തിക്രിസ്തുവിന്റെ രാജാക്കന്മാരും കൂടി ആ സഭയെ തകർത്ത് കളയുന്നതായി 17-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിനൊക്കെ രംഗമൊരുക്കിയ സഭയാണ് ഈ മഹാസഭ. പക്ഷേ കാര്യം കണ്ട് കഴിയുമ്പോൾ അന്തിക്രിസ്തുവും കൂട്ടരും കൂടെ ആ സഭയെ നശിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഞാൻ അതിലേക്ക് അധികം ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. മഹോപദ്രവ കാലത്തോടുള്ള ബന്ധത്തിൽ പ്രാരംഭത്തിൽ സംഭവിക്കേണ്ട രണ്ടാമത്തെ സംഭവം, ഒരേകലോക ഗവൺമെന്റ് രൂപപ്പെടേണ്ടതായിട്ടുണ്ട്. ഒരേകലോക ഗവൺമെന്റ്. ഇന്ന് രാത്രിയിൽ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഒരേകലോക ഗവൺമെന്റിലേക്ക് വിരൽ ചൂണ്ടുന്ന, വഴി തുറക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മുടെ ലോകരാഷ്ട്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഒരേകലോക ഗവൺമെന്റിന് വേണ്ടി വഴിമരുന്നിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സാധാരണ കേൾക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ഏകലോക ബാങ്ക്, ഏകലോക കോടതി, ഏകലോക പോലീസ് സേന എന്ന് തുടങ്ങുന്ന ഈ പ്രയോഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒരേകലോക ഗവൺമെന്റിലേക്കാണ്. ഞാൻ വിവരിക്കുന്നില്ല. യൂറോപ്യൻ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളായിരിക്കും ഏകലോക ഗവൺമെന്റിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നതും അതിന്റെ അംഗങ്ങളായിരിക്കുന്നതും. അതിനൊക്കെ തെളിവ് നൽകുവാൻ ഇപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് വേഗത്തിൽ കടന്നുപോകുകയാണ്. ഒരേകലോക ഗവൺമെന്റ് ഇതാ വേഗത്തിൽ വരാൻ പോകുകയാണ്. ഏക അഭിപ്രായമുള്ള 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരേകലോക ഗവൺമെന്റ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം വായിക്കുമ്പോൾ ആ മൃഗത്തിന്റെ തലയിൽ 10 കൊമ്പുള്ളതായി കാണുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അതേ മൃഗത്തിന്റെ തലയിലെ കുറിച്ച് പറയുന്നത് 10 കൊമ്പുണ്ടെന്നാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഒരു 10 കൊമ്പിനെ കുറിച്ച് കാണുന്നു. വേദപുസ്തകം പഠിക്കുന്ന ഒരു പഠിതാവിനെ കുറിച്ച് അതെന്താണെന്നറിയാം. ഈ 10 കൊമ്പുകള് 10 രാജാക്കന്മാരെ കുറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു ദശരാഷ്ട്ര സംഘടന, ഒരു ഏകലോക ഗവൺമെന്റ് രൂപമെടുക്കുകയും അതിന്റെ നേതാവായി എതിർ ക്രിസ്തു ഭരണത്തിനായി എഴുന്നേൽക്കുകയും ചെയ്യും. അത് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ എതിർ ക്രിസ്തു എഴുന്നേൽക്കും. അവൻ എതിർ ക്രിസ്തു എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ പലരോടും ഒരാഴ്ചവട്ടത്തേക്ക് അഥവാ 7 വർഷത്തേക്ക് നിയമത്തെ കഠിനമാക്കുമെന്നാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ നിയമത്തെ കഠിനമാക്കുമെന്നുള്ളതല്ല ശരിയായിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ അഥവാ ശരിയായി വരേണ്ടത്. പിന്നെങ്ങനെ വേണം? ഒരാഴ്ചവട്ടത്തേക്ക് അവൻ പലരോടും നിയമം ചെയ്യും എന്നാണ്. അതേ, അന്ത്യക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു ഭരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവൻ പല രാജ്യങ്ങളോടും ഒരു ഉടമ്പടി ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട രാജ്യം ഇസ്രയേൽ രാജ്യമായിരിക്കും. അവരും എതിർ ക്രിസ്തുവുമായി മറ്റു പല രാജ്യങ്ങളോട് ചേർന്ന് ഒരു ഉടമ്പടി ചെയ്തുകൊണ്ടാണ് എതിർ ക്രിസ്തു ഈ 10 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ തന്റെ ഭരണം ആരംഭിക്കുവാനായി പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് 7 വർഷമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. ആദ്യത്തെ 3.5 വർഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആയിരിക്കും അവന്റെ ഭരണം നടക്കുന്നത്. എന്നാൽ ഒടുവിലത്തെ 3.5 വർഷം
പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 27-ാം വാക്യത്തിന്റെ മധ്യഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും നിർത്തച്ചെയ്യുമെന്നാണ്. അതിനർത്ഥം എന്താ? ആഴ്ചവട്ടത്തിന്റെ മധ്യേ, അത് 3.5 വർഷമാണ്. വിവരിക്കുന്നില്ല. നിങ്ങൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായവും 12-ാം അധ്യായവും, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം, ഇവിടെ എല്ലാം നാം പരിശോധിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നൊരു പ്രയോഗമുണ്ട്. ഇരുകാലവും ഒരു കാലവും അരക്കാലവും. മറ്റൊരിടത്ത് പറയുന്നുണ്ട് കാലങ്ങളും കാലവും കാലങ്ങളും കാലാംശവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുകാലം 2 വർഷം, ഒരു കാലം 1 വർഷം, അരക്കാലം അരവർഷം, അങ്ങനെ 3.5 വർഷം. അപ്പോൾ എതിർ ക്രിസ്തു ഉടമ്പടി ലംഘിച്ചുകൊണ്ട് തന്റെ നിയമത്തെ കഠിനമാക്കുന്ന വർഷം 7 വർഷത്തിന്റെ ഒടുവിൽ വരുന്ന 3.5 വർഷമാണ്. അവന്റെ പ്രതിമ ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് വെച്ച് സകല മനുഷ്യരും അതിനെ നമസ്കരിക്കണമെന്ന് പറയും. അവന്റെ മുദ്ര കൈമേലും നെറ്റുമേലും ഏറ്റെങ്കിൽ മാത്രമേ വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഇതാ നമുക്ക് ആധാർ വന്നിരിക്കുകയാ. ഈ ആധാർ അങ്ങനെ തുടങ്ങുന്ന എത്രയോ കാര്യങ്ങൾ. ഇതെല്ലാം ഏതിനേക്കാണ് വിരൽ ചൂണ്ടുന്നത്? അനധിവിദൂര ഭാവിയിൽ ലോകത്തിന്റെ ഏക ഛത്രാധിപതിയായി എതിർ ക്രിസ്തു എഴുന്നേറ്റ് ഭരിക്കുമ്പോൾ അവന്റെ ഒടുവിലത്തെ 3.5 വർഷം ഈ മുദ്ര വാങ്ങാനും വിൽക്കാനും സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിന് മനുഷ്യന്റെ നെറ്റിമേലും കൈമേലും പതിപ്പിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, അവന്റെ വിഗ്രഹം കൊണ്ടുവയ്ക്കും. രണ്ടാമത്, അവന്റെ മുദ്ര കൊണ്ട് എന്ന് വയ്ക്കും. അവനുള്ളതെല്ലാം സൈന്യത്തിനു വേണ്ടി വിനിയോഗിക്കും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നാൽ ഇസ്രായേൽ ജനം ഇതിനെതിരെ നിൽക്കും. അവര് വിഗ്രഹാരാധികളല്ല, അവര് മുദ്രയേൽക്കുകയില്ല. തങ്ങൾക്ക് കബളിപ്പിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു എന്നവർക്ക് ബോധ്യമാകും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനിടയിൽ 144,000 പേര് ദൈവത്തിനായി മുദ്ര കുത്തി വേർതിരിക്കുന്ന 12 ഗോത്രങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, അവർ അവിടെയും ഇവിടെയും നടന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കും. ഇവന്റെ രാജ്യം തീരും, യേശുക്രിസ്തു വന്ന് രാജ്യം സ്ഥാപിക്കുമെന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരെ കൊല്ലും, ഇവർ രക്തസാക്ഷികളായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവന്റെ ഭരണം തകർത്തടിച്ചു മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ഈ ഭൂമിയുടെ മേൽ ചൊരിയുകയാണ്. അവിടെ 7 കാഹളങ്ങളെ കുറിച്ച്, 7 ക്രോധ കലശങ്ങളെ കുറിച്ച്, 7 മുദ്രകളെ കുറിച്ച് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് നിങ്ങൾ വെളിപ്പാട് പുസ്തകം പോയി വായിച്ചു മനസ്സിലാക്കണം. 7 ക്രോധകലശം, 7 കാഹളങ്ങൾ ഊതുമ്പോഴും സ്വർഗത്തിലെ ദൈവം ഓരോ ന്യായവിധികൾ ഒന്നിനു മീതെ ഒന്നായി ലോകത്തിന്റെ മേൽ ചൊരിയപ്പെടുകയാണ്. അവരുടെ മേൽ ചൊരിയപ്പെടുകയാണ്. ലോകജാതികളുടെ മേൽ ചൊരിയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്നത്തെ ദിവസത്തെ കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അന്ന് മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കും, മരണം മനുഷ്യനെ വിട്ടുപോകും. അടുത്തത് യെരമ്യാവ് പറയുന്നത്, ഏത് പുരുഷനും നോവ് കിട്ടിയ സ്ത്രീയെ പോലെ നടുവിന് കൈ കൊടുത്തുകൊണ്ട് നിൽക്കും, ഏത് മുഖവും വിളറിയിരിക്കും. വെളിപ്പാട് പുസ്തകം 6 പറയുന്നത്, അല്ലയോ മലകളെ, പാറകളെ, ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ, കുന്നുകളെ ഞങ്ങളെ മറപ്പീൻ, കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ. അവരുടെ കോപ ദിവസത്തിൽ ആർക്ക് നിൽപ്പാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, മഹോപദ്രവകാലത്തിന്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാനിവിടെ ഓർപ്പിച്ചത്. അതിന്റെ ഇടയിൽ ഒടുവിലായിട്ട് വരുമ്പോൾ എതിർ ക്രിസ്തു തന്റെ കൂടെയുള്ള രാജ്യങ്ങളുമായി ഇസ്രയേലിനെതിരെ യുദ്ധത്തിനായിട്ട് പോകും. അവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ, യെരൂശലേമിൽ നിന്ന് വലിയ കൊള്ള കിട്ടണം, അതിനെ കൊള്ളയിടുവാനായിട്ട് പോകും. അപ്പോൾ തന്നെ മറ്റൊരു കൂട്ടർ ഇവനെതിരെ അണിനിരക്കും. അങ്ങനെ നാം വെളിപ്പാട് പുസ്തകം 16 വായിക്കുന്നത്, സകല ജാതികളെയും ഞാൻ ഹർമഗദോനിലേക്ക് കൂട്ടിവരുത്തും എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒരു മഹായുദ്ധത്തിലേക്ക് ഹർമഗദോൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാ. അങ്ങനെ ഹർമഗദോനിലേക്ക് സകല രാജ്യങ്ങളും അണിനിരക്കും. ഏതിന്റെ പേരിൽ? ഇസ്രയേലിന്റെ പേരിലായിരിക്കും. അങ്ങനെ ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങുമ്പോഴാണ്
മഹത്വധാരിയായ രാജാധിരാജാവായ കർത്താധി കർത്താവ് വെള്ളക്കുതിരയുടെ പുറത്തു കയറി അസംഖ്യ ദൂതന്മാരുമായി വചനമെന്ന വാളെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നത്. സക്കറിയ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല രണ്ടായി പിളർക്കപ്പെടും. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ഒലിവുമല പിളർക്കപ്പെടാൻ പോകുക. രാജാധിരാജാവിനെ സ്വീകരിക്കുവാൻ ഒലിവുമല ഒരുക്കപ്പെട്ടിരിക്കുകയാ. ഒലിവുമല ഒരുക്കപ്പെട്ടു. രാജാധിരാജാവിനെ സ്വീകരിക്കുവാൻ കോട്ടയം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? തിരുനക്കര ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ നിൽക്കുന്ന ജീവിതങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ഒലിവുമല ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാ. അങ്ങനെ രാജാധിരാജാവ് വരും. ഏത് ക്രിസ്തുവിനെയും കേൾക്കണം, കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ പിടിച്ചു കെട്ടി അഗ്നി നരകത്തിലേക്ക് തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം തീർന്നില്ല. ഏത് ക്രിസ്തുവിന്റെ സൈന്യത്തെ എന്തു ചെയ്യും? യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുള്ള വാളിനാൽ അവർ കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് ഒരു ദൂതൻ ആകാശമധ്യേ പറന്നുകൊണ്ട് പക്ഷികളോട് വിളിച്ചു പറയുന്നുണ്ട്, പക്ഷികളെ, ദൈവത്തിന്റെ മഹാ അത്താഴത്തിന് വരുവീൻ. ഏതാണ് ഈ മഹാ അത്താഴം? ഈ എതിർ ക്രിസ്തുവിന്റെ സൈന്യങ്ങൾ വാഴപ്പിണ്ടി വെട്ടിയിട്ട കണക്ക് ഈ വീഥികളിൽ കിടക്കുകയാ. തലങ്ങും വിലങ്ങും അവരുടെ ശവങ്ങൾ അത് ഭക്ഷിക്കാനായി മഹാദൈവത്തിന്റെ അത്താഴമെന്ന വിശേഷണത്തോടുകൂടെ ഈ ദൂതൻ ഈ പക്ഷികളെ വിളിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ക്രിസ്തുവിനെ കള്ളപ്രവാചകനെയും ജീവനോടുകൂടെ ബന്ധിച്ച് നരകത്തിലേക്ക് തള്ളിയിടുകയും ഏത് ക്രിസ്തുവിനെ അവന്റെ സൈന്യത്തെ കൊല്ലുകയും ചെയ്ത് ജാതികളുടെ ഭരണകാലത്തിന് നിവൃത്തി സംഭവിക്കുകയും തോളിലാധിപത്യം വഹിച്ചുകൊണ്ടുവന്ന ക്രിസ്തു രാജ്യഭാരം ഏറ്റെടുക്കാൻ പോകും. നിങ്ങൾ അടുത്ത ദിവസവും വരണം. ആ സംഭവങ്ങളെ കുറിച്ച് ദൈവദാസന്മാര് നിങ്ങളെ കേൾപ്പിക്കും. എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ക്ലാസോ ഈ സന്ദേശമോ അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല, പൂർണ്ണമായി പറയാൻ നിവൃത്തിയില്ല. പക്ഷെ ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് അതിനെക്കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ഓർപ്പിക്കാൻ കഴിഞ്ഞു. അടുത്ത സന്ദേശമുണ്ട്, അതും കൂടി കേട്ടിട്ടേ പോകാവൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, ഈ പകലുള്ളിടത്തോളം ആത്മീയ ഭാഷയിൽ ഒരു രാത്രി വരുന്നതിന് മുൻപ്, മഹാപീഡനം വരുന്നതിന് മുൻപ്, എത് ക്രിസ്തു ഭരിക്കാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ്, ദൈവത്തിന്റെ ന്യായവിധി ഘോര ഈ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുന്നതിന് മുൻപ്, ഇന്നാകട്ടെ നിങ്ങളുടെ രക്ഷാ ദിവസം, ഇന്നാകട്ടെ നിങ്ങളുടെ സുപ്രസാദ കാലം. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഛേദിക്കപ്പെട്ട, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തകർക്കപ്പെട്ട, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തിയ, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന, പ്രൈസ് ഗോഡ്, ആ ക്രിസ്തുവിൻ ഉദ്ധിതനായി ജീവിക്കുമ്പോൾ അവിടുന്ന് രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ വാതുക്കൽ മുട്ടുന്ന ഈ സന്ധ്യാ സമയത്ത് ഒലിവുമല രാജാവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ഒരുക്കപ്പെടട്ടെ. ഈ വചനത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംവാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്ക്, യേശുവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് എന്നെ രക്ഷിക്കണമേ. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയെ എന്റെ രക്ഷിതാവ് കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ദൈവത്തിന്റെ ജനമേ, നാം ഉണരുക. കാലങ്ങൾ അതിശയിക്കുന്ന മുൻപോട്ട് പോകുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ ധ്വനികൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയധികം ദൂരമില്ല നടക്കുവാൻ, ഇനിയും അധികം ദൂരമില്ല യാത്ര ചെയ്യുവാൻ. ഒരുപക്ഷെ ഇന്നു രാത്രി വരവിന്റെ മണിനാദം കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, നാം കർത്താവിന്റെ അടുക്കലേക്ക് എടുക്കപ്പെടും. ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.